എൻ്റെ മോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡിയായിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവൻ്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശീൻ്റെ വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കണം എൻ്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു, ആരാക്കല അവൻ്റെ ഫ്രണ്ട്. നിന്റെ അച്ഛൻ പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്നു. ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. ജാൻമണി എന്നു പേരുള്ള ഒരു വനിതയാണിവർ. വനിത സ്ത്രീ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ട്രാൻസ്ജെൻഡർ വുമണാണ്. അയ്യടാ, നിനക്ക് പറ്റിയാളാടി. എന്താ സവാൾ അവിടെ? അവരെന്താണ് പറഞ്ഞതെന്ന് ലളിതമായിട്ട് പറഞ്ഞാൽ, നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുകയാണ് ചെയ്തത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അവർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1947 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നു. 3 വർഷം കഴിഞ്ഞ് 1950 നരേന്ദ്രമോദി ജനിച്ചത് എന്നാണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി. അപ്പോൾ അതിലും കൂടിയ രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിക്കാനില്ല. നരേന്ദ്രമോദിയുടെ അമ്മയാണ് അപമാനം. എന്താണ് ഇന്ന് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ആർക്കാണെങ്കിലും ഒരു വിവരം അറിയാൻ എളുപ്പമാണ്. നരേന്ദ്രമോദിയുടെ അച്ഛൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അച്ഛൻ എപ്പോഴാണ് മരിച്ചതെന്ന് നെറ്റിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1989 അതായത് മോദി ജനിച്ചു കഴിഞ്ഞ് പിന്നെയും 39 വർഷം കഴിഞ്ഞ്.